വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതർ കഴിയുന്ന മേപ്പാടി സെന്റ് ജോസഫ് സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിഞ്ഞ 10 ദിവസത്തിലധികമായി ഭക്ഷണം പാചകം ചെയ്തു നൽകുന്നത് കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ പ്രവർത്തകരാണ്. സൗജന്യമായാണ് ഇവർ ഭക്ഷണം ഒരുക്കുന്നത്. ദുരന്തമുണ്ടായ ഉടനെ ജില്ലാ കളക്ടറുടെ അറിയിപ്പ് വന്നു ഫേസ്ബുക്ക് പേജിൽ. ഭക്ഷണ പാചക തൊഴിലാളികളെ അങ്ങോട്ട് സന്നദ്ധത അറിയിക്കുകയായിരുന്നു കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ ഭാരവാഹികൾ. ഒരു നേരവും മുടങ്ങാതെ പിന്നീട് അങ്ങോട്ട് ക്യാമ്പിൽ ഭക്ഷണം ഒരുക്കി. കളക്ടറുടെ ഫേസ്ബുക്ക് പേജിൽ നിന്ന് ഇങ്ങനെ പാചകത്തിന് ആളെ ആവശ്യമുണ്ടെന്ന് കാണുമ്പോൾ തന്നെ അങ്ങോട്ട് അഭ്യർത്ഥിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ സൗജന്യമായി സേവനം ചെയ്യാൻ കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ എന്ന സംഘടന തയ്യാറാണ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ കളക്ടർക്ക് തിരിച്ച് മെസ്സേജ് അയച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കളക്ടർ ഞങ്ങളുടെ മെസ്സേജ് കൈമാറിക്കൊണ്ട് അധികൃതരുമായി ഞങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ക്യാമ്പ് തുടങ്ങുന്നത് തന്നെ ഉദ്ഘാടനം ഞങ്ങൾ തന്നെയാണ് പാചകം തുടങ്ങി വെച്ചത്. ഞങ്ങളുടെ ഈ ഇന്നത്തെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാവണം. തീർച്ചയായിട്ടും അവഗണിക്കപ്പെടുന്ന ഒരു സമൂഹം എന്നുള്ള നിലക്ക് ഈ തൊഴിലിനെ പോലും ഇതുവരെ അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ഇത് അംഗീകരിക്കണം എന്നുള്ള മുറവിളി കൂട്ടി ഞങ്ങൾ ഒരുപാട് കാലമായിട്ട് സെക്രട്ടേറിയറ്റ് മാർച്ച് അടക്കം ഞങ്ങൾ സംഘടിപ്പിച്ചു. ഇതൊന്നും സർക്കാർ കണ്ണു തുറക്കാത്ത ഒരു സാഹചര്യമാണുള്ളത്. 3 മാസത്തോളം കഴിഞ്ഞ 2018 ഉണ്ടായ പ്രളയത്തിൽ ഞങ്ങൾ സേവനം ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, നാട്ടിൽ പാലിയേറ്റീവ് നടത്തുന്ന ബിരിയാണി ചലഞ്ചുകൾ, അവർക്ക് ഫണ്ട് സമാഹരിക്കാൻ വേണ്ടി ബിരിയാണി ചലഞ്ച് നടത്തുമ്പോൾ 15 കിലോ 20 കിലോ ബിരിയാണിയൊക്കെ സൗജന്യമായി തയ്യാറാക്കി കൊടുത്ത ആളുകളാണ്. 2018 പ്രളയത്തിലും ഇവരുടെ സേവനം ഭരണകൂടത്തിനും ദുരിതാശ്വാസ ക്യാമ്പുകൾക്ക് ആശ്വാസവുമായിരുന്നു. മലപ്പുറം പോത്തുകല്ല് കാളപ്പാറ ദുരന്ത മേഖലയിലും ഇവർ സജീവമായിരുന്നു. ദുരന്തമുഖങ്ങളിൽ ഉൾപ്പെടെ സമൂഹത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുമ്പോഴും പാചക തൊഴിലാളികളെ വേണ്ട രീതിയിൽ സർക്കാർ അംഗീകരിക്കുന്നില്ലെന്ന പ്രയാസം ഇവരുടെ മനസ്സിലുണ്ട്. മറ്റു വിഭാഗങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ആനുകൂല്യത്തിനും സർക്കാർ ഇവരെ പരിഗണിക്കുന്നില്ല എന്നതാണ് ഇവർക്കുള്ള പരിഭവം. പോത്തുകല്ലിൽ 3 മാസത്തോളം സൗജന്യമായിട്ട് സേവനം ചെയ്ത ആൾക്കാരാണ്. ആ ഒരു ഇതിൽ തന്നെയാണ് ഞങ്ങൾ ഇവിടെയും എത്തിയത്. ഇവിടെയും സൗജന്യമായിട്ട് തന്നെ ഇന്നേക്ക് ഇപ്പോൾ 6 ദിവസമായിട്ട് അല്ലേ 6 ദിവസമായിട്ട് നമ്മൾ ഈ പ്രവൃത്തി ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് 1 രൂപ വേതനം ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്നും അവഗണിക്കപ്പെട്ട ഒരു വിഭാഗമാണ് ഞങ്ങൾ പാചക തൊഴിലാളികൾ. ബഹുമാനപ്പെട്ട മന്ത്രി ശിവൻകുട്ടി സാറിൻ്റെ അടുത്ത് നിവേദനമായിട്ട് പോയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ ഇതുവരെ അംഗീകരിക്കപ്പെട്ടില്ലേ. ഞങ്ങളെ അംഗീകരിക്കുക, അതുവഴി ഞങ്ങളുടെ മക്കൾക്കടക്കം കിട്ടേണ്ട പല ആനുകൂല്യങ്ങളും ഞങ്ങൾക്കും ലഭിക്കണം. ഏറ്റവും പഴക്കം ചെന്ന ഒരു തൊഴിൽ ഭാഗമാണ് പാചക തൊഴിലാളികൾ. സംസ്ഥാന പ്രസിഡന്റ് സലാം മഞ്ചേരി, ജനറൽ സെക്രട്ടറി ഹനീഫ കണ്ണൂർ എന്നിവരുടെ നേതൃത്വത്തിൽ വയനാട്, മലപ്പുറം, കണ്ണൂർ ജില്ലകളിൽ നിന്നുള്ള കുക്കിംഗ് തൊഴിലാളികളാണ് മേപ്പാടിയിൽ ദുരന്തബാധിതരുടെ വിശപ്പകറ്റാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ 1. ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ്. മറ്റു ചിലത് കവിത പോലെ ഹൃദയം, ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ, കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ. അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ, നിലപാടുകളെ, അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത്. എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.